എനിക്ക് തങ്ങളുമായിട്ട് അത്ര ബന്ധമുണ്ട്. അവർ ലീഗിൻ്റെ നേതാക്കന്മാരെല്ലാവരും അത്രമേൽ ബന്ധം എനിക്കുണ്ട്. മഞ്ഞളാംകുഴി അലി ഞാൻ കാരണമല്ലേ മന്ത്രിയായത്. എൻ്റെ ഉറച്ച സ്റ്റാൻഡായിരുന്നു അലിയെ മന്ത്രിയാക്കിയത്. 5ാം മന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ചു നിന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒത്തിരി കടന്നാണ്. ഞാൻ ഉറച്ച സ്റ്റാൻഡ് അല്ലേ ആകുകയില്ല. എനിക്ക് ലീഗുമായിട്ട് അത്ര ബന്ധമുണ്ട്. ഇപ്പോൾ ഒത്തിരിയായിട്ട് കാണുന്നില്ല. ഞാൻ ഈ MLA സ്ഥാനം പോയതിനു ശേഷം അവരായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ല. അത് സത്യമാണ്. അതാണ് അതിൻ്റെ അകത്ത് സത്യം. നിയമസഭയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇല്ല. PC ജോർജിന്റെ അന്നത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ലീഗ് PC ജോർജിനെതിരെ ഭയങ്കരമായിട്ട് ആക്രമണം നടത്തിയിരുന്നു. ഏത് ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ അത് കളവാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മനസ്സിലാക്കിയായിരുന്നു. പിന്നെ അവർ അവിടുത്തെ ലീഗിന്റെ നേതാവുണ്ട്, മുനിസിപ്പൽ ചെയർമാനായിരുന്നു സിറാജ്. വിളിച്ചു. സിറാജ് പച്ചയ്ക്ക് പറഞ്ഞല്ലോ, ഒരു നിരപരാധിയെ മനുഷ്യ കൊല്ലാനുണ്ട്, കള്ളക്കച്ചവടം ഇറങ്ങിയിരിക്കുക, പച്ചയ്ക്ക് അടിച്ചവൻ. ആ സിറാജ് മിടുക്കനല്ലേ, പച്ചയ്ക്ക് പറഞ്ഞു. ഇപ്പം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ നേതാവ് സിറാജാ പച്ചയ്ക്ക് അടിച്ചു കൊടുത്തത്. അപ്പൊ അവര് അത് വിശ്വസിച്ചിട്ടില്ല. അവർക്ക് മനസ്സിലായി കളത്തരമെന്ന്, വഞ്ചനയാന്ന്. അപ്പൊ PC ജോർജ് ഇനി MLA ആയിട്ടോ MP ആയിട്ടോ മന്ത്രി ആയിട്ടോ ഒക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ഈ പറഞ്ഞതൊക്കെ വീണ്ടും പറയണം. PC എപ്പോഴും പറഞ്ഞത് തിരുത്താറുണ്ട്. പറഞ്ഞത് തെറ്റാണ് തിരുത്തും. അതല്ലേ അതിൻ്റെ മര്യാദ. അതല്ല പറഞ്ഞ് തെറ്റ് പറഞ്ഞ് അതേ തെറ്റാ കിടന്ന് ആടുന്ന ഇടപാടത്തില്ല. തെറ്റാന്ന് പറയും. അതെന്തിനാ? അതല്ല നല്ലത്. ആ തിരുത്തിയതിൽ ഏറ്റവും തെറ്റായിട്ട് തോന്നി തിരുത്തിയ ഒരു കാര്യം ഓർക്കാവും. അത് ഓർക്കല്ല. എങ്കിലും ഒന്ന് ഓർത്തു നോക്കി. ഓർക്കാൻ പറ്റില്ല. പറഞ്ഞപ്പം ഒരു കാര്യം ഓർക്കുന്നേ ഇല്ല. അത് അന്നേരം മറക്കും. അതാണല്ലോ ദൈവത്തിൻ്റെ ഒരു കഴിവ്. ദൈവം തന്നിരിക്കുന്ന കഴിവ് മനുഷ്യൻ BJP-ലേക്ക് പോകുന്നു. മറക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ്റെ കഴിവ്. എൻ്റെ ഏറ്റവും വലിയ വിജയം മറക്കാനുള്ള കഴിവാണ്. നല്ല മറക്കും. അതൊക്കെ മറന്നുപോയി അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പറഞ്ഞാൽ ഓർക്കും. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ട് ചില കാര്യങ്ങൾ. ഇല്ല, PC-ക്ക് ഞാൻ ചിന്തിക്കാറില്ല അങ്ങനൊന്നും. എന്തിനാ നീ ആവശ്യമില്ല ചിന്തിച്ച് തലകളായിരുന്നു. PC ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് പിന്നെ എൻ്റെ പെരുമാറ്റം നല്ലതായതുകൊണ്ട് വരുന്ന സ്ത്രീകളെ മനുഷ്യനായിട്ടും സഹോദരിയായിട്ടും അമ്മയായിട്ടും ആയാൽ കാണുന്നത്, അല്ലാതെ എല്ലാം ഇപ്പരച്ചിറക്കായിട്ട് കാണാറില്ല. അതുകൊണ്ട് സ്ത്രീകളാണ് കൂടുതലും. അതെ, സ്ത്രീകളുടെ വോട്ടുകളാണ് കൂടുതൽ കിട്ടുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകളും കുട്ടികളും. സിനിമാഭിനയമൊക്കെ നിർത്തിയത് എന്താണ്? അതൊക്കെ ചുമ്മാ തമാശയല്ലേ. എനിക്ക് എത്ര സിനിമയിൽ അഭിനയിച്ചു? അത് 10-13 ഉണ്ട്. ആരെണ്ണും നീതൊക്കെ ചുമ്മാ അതിലേ പോകുമ്പോൾ ഒന്ന് ഷോട്ട് എടുത്തോളാൻ പറഞ്ഞു വരുന്ന, അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോകുന്നൊന്നും അല്ലെന്നേ. അങ്ങനെ അഭിനയിക്കാൻ പോകുന്നതല്ലല്ലോ. ഇനിയും അങ്ങനെയൊക്കെ അഭിനയിക്കും. സമയം കിട്ടുക എന്തിനൊക്കെ എവിടെ നിന്ന് മനുഷ്യനല്ലേ ഇത്. ഇനിയിപ്പോ വലിയ BJP-യിലല്ല, വലിയ MLA സ്ഥാനമൊന്നുമല്ല. ഇപ്പൊ വലിയ ഓട്ടമൊന്നുമില്ല. ഓട്ടം കൂടുതൽ വരും. കാരണം കേരളം ഒട്ടാകെ ചുറ്റാൻ പോവാണ്. അതെ, ഞാൻ ചേർന്നിടം കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയാണെന്ന് എനിക്ക് നിർബന്ധം. അതിനുള്ള ഓട്ടപ്രദർശനം തുടങ്ങാൻ പോകും. സുരേന്ദ്ര ജാഥയിൽ പങ്കാളിയാവുന്നില്ലേ? പിന്നെ കോട്ടയത്ത് വരുമ്പോഴാണ് പങ്കാളിയാവുന്നത്. കോട്ടയത്തല്ല, ആദ്യം ഇപ്പം അടൂര് പോകാൻ പോവാ. 5-ാം തീയതി അടൂരുണ്ട്. അവിടെ എല്ലാം കഴിക്കുക. കഴിഞ്ഞ് കോട്ടയത്തും വരും. പിന്നെ തിരുവനന്തപുരത്തും പോകും. ലയന സമ്മേളനം എന്നാണ്? 13-ാം തീയതി. ഈ 13-ാം ലയന സമ്മേളനം പ്രഖ്യാപിച്ചു. ഈ 13-ാം തീയതി എവിടെ വെച്ചാണ്? തിരുവനന്തപുരം. വലിയ സമ്മേളനമാണ്. വലിയ സമ്മേളനം. BJP ദേശീയ നേതാക്കൾ വരുമോ? അമിത്ഷാ കാണുന്നുണ്ട്. അമിത്ഷാ വരുന്നുണ്ട്. പൊളിക്കുവാണ്. ഒന്നും നോക്കുന്നില്ല. BJP-യിലേക്ക് പോകുന്നവർക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്, ഉപാധ്യക്ഷ സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്. എനിക്ക് ഉപാധ്യക്ഷ സ്ഥാനം വേണ്ട. സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഉപാധ്യക്ഷം കൊടുത്ത് അവരും മടുക്കൂല. എത്ര ഉപാധ്യക്ഷം? അതിന്റെ മുകളിലേക്ക് മതി. പണ്ട് KM മാണി ചിരി വരുന്ന കാര്യം ഓർക്കുക. ആര് വന്നാലും മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ സ്ഥാനം കൊടുക്കുക. അപ്പോൾ 100-200 പേർക്ക് സ്ഥാനമായി. അപ്പോൾ ഇത് ആർക്കും അറിയത്തില്ല ആരൊക്കെയാണ്. ഒരു ദിവസം ഇവരെല്ലാവരെയും കൂടെ കോട്ടയത്ത് ആപ്പിച്ച് വിളിച്ചു വിട്ടു. 100-200 പേരുണ്ട്. എല്ലാവരെയും മനുഷ്യരെ ഏൽപ്പിച്ച് ഇങ്ങനെ ഓരോ സ്ഥാനം പറഞ്ഞ് എഴുതിയിട്ട് എല്ലാവർക്കും അവരവരുടെ സ്ഥാനം ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. ഞാനിത് ഓർക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഈ സ്ഥാനം തന്നിരിക്കും. ഈ സ്ഥാനം കൂടെ നിങ്ങൾ നടന്നോണം. നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്ഥാനം പറയണം. എന്നെക്കൊണ്ട് പറയിക്കാൻ നോക്കരുത്. ഞാൻ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ചമ്മി ഉടന്നിട്ട് പോകുന്നത്. അതുപോലെ ഈ സ്ഥാനം കൊടുത്തിട്ട് തന്നെ കാര്യം. സ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ BJP-യിൽ വന്നവർക്ക് ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തോണ്ടിരിക്കും കേരളത്തിൽ കേട്ടോ. കൊടുക്കട്ടെ, എന്നെങ്കിലും കൊടുക്കട്ടെ. നീ അത് ആഗ്രഹിച്ചു വന്നവരായതുകൊണ്ട് കൊടുക്കണമായിരിക്കും അല്ലേ? ആഗ്രഹിച്ചു വന്നുകൊണ്ടാണ്. PC ജോർജിന് കിട്ടുവാണെങ്കിൽ ഉപാധ്യക്ഷ സ്ഥാനമല്ല, പ്രസിഡന്റ് സ്ഥാനമാണ് ഞാൻ ചോദിക്കുന്നില്ല. കിട്ടുവാണെങ്കിൽ അതാണ് വേണ്ടത്. ഒന്നും വേണ്ട. എനിക്ക് യാതൊരു ചോദ്യവും ഇല്ല.
ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ പണിയാണ് നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. PC ഒത്തിരി പണിയേണ്ട വരും എല്ലാവരും. പണിയാൻ പോവാ, ഒത്തിരി പണിയും. PC ജോർജ് ഇത്ര നാളും ചെയ്ത പോലത്തെ രാഷ്ട്രീയമായിരിക്കില്ല ഇതിൽ ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ. ഏതായാലും എനിക്ക് മാന്യമായ സമീപമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് പിന്നെ വേറൊന്നും ചിന്തയില്ല. ഇവരെ ചേർത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി പണിയണമെന്ന് അതൊക്കെ കൊണ്ടുപോയി ആരുമായിട്ട് തർക്കമുണ്ട്. ഞാൻ തന്നെ നല്ല വാക്ക് തർക്കമുണ്ടെന്നുള്ള ഉറപ്പാണ്. എന്നോട് പറഞ്ഞിട്ടില്ല. അറിയത്തില്ലാത്ത കാര്യം നിങ്ങളോട് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള പരിശ്രമത്തിലാണ്. ഇല്ല, അതൊന്നും അതിലേക്കൊന്നും ആയില്ലെന്ന്. ഒരു മെമ്പർഷിപ്പ് എടുത്തോണ്ടെല്ലാം ചോദിച്ചു ഞാൻ ഇങ്ങനെ മറുപടി. ഒന്നും അറിയാതെ മെമ്പർഷിപ്പ് എടുക്കുമോ PC? ഞാൻ ഒന്നും അറിയാതെ മെമ്പർഷിപ്പ് എടുത്തിരിക്കും. എന്താണ് PC ഇങ്ങനെയൊക്കെ? PC പഠിക്കാതെയോ? PC എന്നൊരു രാഷ്ട്രീയ നേതാവ് ഒന്നും പഠിക്കാതെ ഒരു പാർട്ടിയിലേക്ക് പോകുന്നു പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റിയ ഒരു മണ്ടനല്ല ഞാൻ. PC അറിയാവുന്ന അലി ചിലപ്പോൾ മണ്ടനായി പോയി ഞാൻ എന്ത് ചെയ്യും? അല്ലെ നിർത്ത പോവാ. അല്ല, ഇത് അങ്ങനെ പറഞ്ഞു പോലെ PC. അയ്യോ അല്ല, പൊക്കോ. അല്ല, ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കാം. PC എല്ലാം പറഞ്ഞിട്ടാണ് BJP പോയിരിക്കുന്നത്. ഒന്നും അറിയാതെയാ. ഞാൻ ഒന്നും ചോദിച്ചില്ല, ആരോടും സംസാരിച്ചു പോയില്ല. അല്ല, ഇവിടെ പറയേണ്ടതല്ല, എല്ലാം കേന്ദ്രത്തിൽ. എന്നെ അലി കേൾക്കുന്നത് എന്നെ ഒരു ദിവസം 30-ാം തീയതി രാത്രിയിൽ എന്നെ ഫോണിൽ വിളിക്കുന്നത്, നാളെ ഡൽഹിയിൽ എത്തണമെന്ന് പറയുന്നു. എത്ര ദിവസം മുമ്പായി ചർച്ച നടന്നത്? ചർച്ച നടന്നില്ല. ഈ കഴിഞ്ഞ 30-ാം തീയതി അതിന് മുമ്പ് നമ്മുടെ റിക്വസ്റ്റ് ദേശീയ നേതൃത്വം അയച്ചു കൊടുത്തിരുന്നു. വേറെ ആരോടും പറഞ്ഞില്ല. ഇവിടുത്തെ നേതാക്കളോടൊന്നും പറഞ്ഞില്ല. അതിന്റെ ആവശ്യം വന്നില്ല. അവിടുന്ന് സംസാരിക്കുന്നെങ്കിൽ മതിയുണ്ടോ? 30-ാം തീയതി വൈകുന്നേരം 7 മണി 8 മണിയായപ്പോഴേക്കും മെസ്സേജ് വരുന്നത് നാളെ രാവിലെ ഡൽഹിയിലെത്താൻ. അപ്പോഴേ എറണാകുളത്ത് വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് രാവിലെ 9 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു വന്നു. ഞാനും എൻ്റെ മകനും ജോർജ് ജോസഫും കൂടെ പോയി അവിടെ ചെന്നു, കേരള ഹൗസ് ചെന്നു. അത് കഴിഞ്ഞ് അവിടെ ചില ആളുകളൊക്കെ ഒന്ന് സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ അതായത് വണ്ടി അയച്ചു. അതേ പോയി. പിന്നീട് ലയനം എല്ലാം നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് മുമ്പൊന്നും ഒരു ചർച്ച നടത്തിയിട്ടില്ല. അല്ല, PC ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു സ്ഥാനങ്ങളൊന്നും അവർ പറയുന്നുണ്ട്. PC ഇത് ചെയ്യണം, PCക്ക് ഇങ്ങനെ ഇത് ചെയ്യണം എന്ന് പറയാനും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്നും എന്നോടൊന്നും പറയല. എന്നെ വളരെ മാന്യമായിട്ട് എന്നോട് സമീപനം. അങ്ങനെ എന്നെ നിയന്ത്രിക്കാനൊന്നും അവരാരും അത്ര മാന്യമായിട്ട് അവർ നമ്മുടെ സമീപനം. പിന്നെ നമ്മളെന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്? കുറ്റമല്ല പറഞ്ഞ PC ഇത് ചെയ്യാൻ കേട്ടോ, പാർട്ടിയിൽ ചെയ്യണമല്ല, PCക്ക് സ്ഥാനം ഉണ്ടാകും കേട്ടോ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഷോണാണോ സ്ഥാനം കൊടുക്കുന്നത്? അതും പറഞ്ഞു. ഞങ്ങളങ്ങ് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇതിന് അലി പലപ്പെടപ്പെടാന്ന് ചോദിക്കുന്നത്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാൽ അലി കേൾക്കാതെ. അലിക്ക് ഈ അടുത്ത കാലത്ത് കുഴപ്പമില്ല ഉണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല PC. ഇത് ഇങ്ങനെ കുഴപ്പം എന്താ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ ചോദിക്കാനാ ഇതൊന്ന് അറിയണ്ടേന്ന് ഓർത്താണ്. അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇല്ല, ഞാനാ പറഞ്ഞു. ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നെ വിശ്വസിച്ചു. ഇപ്പം ഈ ഷോൺ ജില്ലാ പഞ്ചായത്താണല്ലോ. അതെ, അത് ജനപക്ഷത്തിൽ നിന്ന് ജയിച്ചതാണല്ലോ. ജനപക്ഷം ജയിച്ചു. ജനപക്ഷം BJP ജയിച്ചു. BJPയുടെ മെമ്പറാണ് ഇപ്പോൾ. അതെ, ജനപക്ഷത്ത് നിന്ന് ജയിച്ചുകൊണ്ട് BJPയുടെ കോട്ടയം ജില്ലയിലെ ഏക ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. BJPയുടെ ഏക ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ആ ക്രെഡിറ്റും കൂടെ ആയി. അതെ, മെമ്പർഷിപ്പ് എടുത്തപ്പോൾ അല്ലേ? അതെ അതെ. ഇനി കുറെ ആളുകൾ വരുമെന്ന് പറഞ്ഞു. ആരൊക്കെ വരുമെന്നല്ല. അതെ, അത് ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് വിട, അതിനുവേണ്ടി പോകണം. എനിക്ക് ഒന്ന് വിടും. അതിനാണ് പോകുന്നത്. അതാണ് പല സ്ഥലത്തും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് മറ്റു പാർട്ടിയിൽ നിന്നാണോ? മറ്റു പാർട്ടികളിൽ നിന്നുകൊണ്ട് ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു MLA തന്നെ മേടിച്ച ഒരാളാണ് താങ്കൾ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ MLA മേടിച്ചു. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA മേടിച്ചാണ്. അന്ന് അത് കഴിഞ്ഞിട്ട് 3-4 പേര് വരുന്നിട്ട് വന്നില്ല. വേണ്ടെന്ന് വെച്ചതാ. ആര് വേണ്ടെന്ന് വെച്ചു? ഞാൻ. അതൊന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ല. 3 പേരോട് ഉണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചല്ലോ. നിയമസഭ പറഞ്ഞത് വർത്താനം പറയണമെന്ന് പറയാം. മുഖത്ത് നോക്കി ഇതിനകത്ത് 3 എണ്ണം കൂടെ എൻ്റെ അടുത്തുണ്ട്. മാന്യമായിട്ട് ഇതോളാൻ പറഞ്ഞു. നിയമസഭാ പ്രസംഗം എടുത്ത് നോക്ക്. അത് വലിയ വാർത്തയായി. അപ്പം ആ പറഞ്ഞ പോലെ BJPയിലേക്ക് ആളുകളെ കൊണ്ടുവരും. അതിൻ്റെ ചർച്ചയ്ക്കുള്ള ഓട്ടമാണ്. അതെ, സ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഓട്ടത്തിലാണ്. അതാണ് PC ഇപ്പോൾ ധൃതി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ അതിനാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞു. മുതിർന്ന നേതാക്കളാണ് വരുന്നത്. എല്ലാ ടൈപ്പും ഉണ്ട്. കണ്ടോ? വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ആൻഡ് സീ. എല്ലാ ടൈപ്പും വരും. എല്ലാ ടൈപ്പും വരും അല്ലേ? പിന്നെ വലിയന്മാർ മാത്രം മതിയോ പാട്ടില്ല? എല്ലാം ചെറുതും വേണ്ടേ? വോട്ട് എല്ലാവരും ഒന്നല്ലേ എൻ്റെ പൊന്നു സഹോദര? അതെ അതെ. വലിയവന് വോട്ടിന് 5 വോട്ടും ചെറിയവന് 1 വോട്ടും അങ്ങനെ ഉണ്ടോ? എല്ലാ വോട്ടും ഒരു വരെ അല്ലേ? അപ്പൊ അങ്ങനെ കൊണ്ടുവരും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.